വിഷു സമയമായി കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ പോയില്ലെങ്കിൽ വല്ലാത്തൊരു വിഷമമാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇത്തവണ എനിക്ക് നാട്ടിൽ പോകാൻ പറ്റിയില്ല. കാരണം സായിക്കുട്ടിന് സ്കൂൾ അടയ്ക്കാനായിട്ട് ഇനിയും കുറേ ദിവസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വട്ടം ചെന്നൈയിലാണ് കേട്ടോ ഞങ്ങളുടെ വിഷു ആഘോഷം. നാട്ടിലിപ്പോൾ മേടവിഷു മഹോത്സവത്തിൻ്റെ സമയമാണ്. ഇന്ന് 13-ാം തീയതി എഴുന്നള്ളത്തും നാളെ കണി കാണലൊക്കെയാണ്. ഭയങ്കര അടിപൊളി ആഘോഷമാണ് ഞങ്ങളുടെ നാട്ടിൽ. എന്തായാലും ഇവിടെ ആണെങ്കിലും നമ്മളൊരു ചെറിയ സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് രാവിലെ തന്നെ ഇഞ്ചിപ്പുളിയൊക്കെ ഉണ്ടാക്കി കേട്ടോ. ഇത് വന്നിട്ട് തൃശ്ശൂർക്കാരുടെ സ്പെഷ്യൽ ഒരു ഐറ്റമാണ്. കുറച്ച് മധുരമൊക്കെ ചേർത്തിട്ടുള്ള ഇഞ്ചിപ്പുളിയാണ്. ഇതെനിക്ക് എൻ്റെ എൻ്റെ കോളേജിലെ എൻ്റെ ഫ്രണ്ടാണ് മാളവിക. മാളുക്കുട്ടിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ് ഞാൻ കഴിച്ചിട്ടുള്ളത് ഫസ്റ്റായിട്ട്. പിന്നെ ഓരോ വട്ടം അവൾ വരുമ്പോഴത്തേക്കും അവളുടെ ബാഗിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ നോക്കുന്ന ഇഞ്ചിപ്പുളി ആയിരിക്കും. പിന്നെ ഒരു മാങ്ങാച്ചാറ്, നമ്മൾ സാധാരണ മാങ്ങാച്ചാറ് ഉണ്ടാക്കി വെച്ചു. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളും പാചകവും ഒക്കെ നാളെയാണ് കേട്ടോ.